അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൽ ഇരു കൂട്ടരെയും പൂട്ടാനുറച്ച പോലീസ്. 3 കേസുകളാണ് ഈ സംഘർഷത്തിൽ മാത്രം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഭിഭാഷകരുടെ പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെയും വിദ്യാർത്ഥികളുടെ പരാതിയിൽ അഭിഭാഷകർക്കെതിരെയും കേസെടുത്ത പോലീസ് ഇരു കൂട്ടരെയും പ്രതി ചേർത്ത് പോലീസുകാരെ മർദ്ദിച്ചതിലും കേസെടുത്തു. അഭിഭാഷകരും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷം അതിരുവിട്ടതോടെ പോലീസും പണി തുടങ്ങി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 3 കേസുകൾ തുടർച്ചയായി എടുത്തു. ആരെയും ഒഴിവാക്കിയില്ല. വിദ്യാർത്ഥികളും അഭിഭാഷകരും എല്ലാം പ്രതികൾ. അതും കണ്ടാൽ തിരിച്ചറിയാവുന്നവർ എന്ന രീതിയിൽ. ഇത് പോലീസിന്റെ തന്ത്രമാണെന്നാണ് വിലയിരുത്തൽ. ഇനി പ്രതിഷേധമോ പ്രകടനമോ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമമോ നടന്നാൽ നിലവിലുള്ള കേസിൽ ഇവരെയെല്ലാം പിടികൂടി അകത്തിടാം. പുതിയൊരു കേസ് എടുക്കുകയും ചെയ്യാം. കൊലപാതക ശ്രമം, സംഘം ചേർന്ന് ആക്രമിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായി തന്നെയാണ് കുറ്റകൃത്യത്തെ പോലീസ് നോക്കിക്കാണുന്നതെന്ന് എറണാകുളം സെൻട്രൽ ACP ജയകുമാർ പറഞ്ഞു. എല്ലാം ഗൗരവമുള്ള വകുപ്പുകളാണ്. അതിന്റെ സ്പെസിഫിക് സെക്ഷൻസ് എനിക്ക് ഇതിലെടുത്ത് നോക്കേണ്ടി വരും. അതിലെല്ലാം പ്രതികളെ അറസ്റ്റ് ചെയ്യും. പക്ഷേ അതിനകത്തുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ കണ്ടാൽ തിരിച്ചറിയാവുന്ന പ്രതികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യും. അടുത്ത 3 ദിവസങ്ങൾ അവധിയായതുകൊണ്ട് അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയില്ല. ജില്ലാ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് അഭിഭാഷകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. 16 SFI പ്രവർത്തകർക്കും 8 അഭിഭാഷകർക്കും സംഭവത്തിൽ പരിക്കേറ്റു. ന്യൂസ് മലയാളം, കൊച്ചി.